ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. പുതുതായി വീട് പണിയുന്നവർ അടിപൊളിയായിട്ടുള്ള ഡിസൈനുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അരീക്കാട് സ്വദേശികളായിട്ടുള്ള ആഷിം ഫാസില ദമ്പതിമാരുടെ വീടാണിത്. അപ്പോൾ ദാ വീടിൻ്റെ കോമ്പൗണ്ട് വാളാണ് ഈ കാണുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ടെക്സ്ചർ പെയിൻറ്റും അതുപോലെ വീടിൻ്റെ നെയിമൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് ഗ്രാസൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റിംഗ് വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് ബ്ലാക്ക് ഗ്രാനൈറ്റിൽ നെയിം എഴുതിയിട്ടുള്ളതാണ്. ബൈത്തുൽ അമാൻ എന്നാണ് വീടിന് നെയിം നൽകിയിട്ടുള്ളത്. ഇനി ഇവിടെ ഗേറ്റ് ചെയ്തിട്ടുള്ളത് മെറ്റൽ ഷീറ്റിൽ CNC കട്ടിങ്ങും അതുപോലെ HPL ഷീറ്റും യൂസ് ചെയ്തിട്ടാണ്. റിമോട്ട് കൺട്രോൾ ഗേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു സിംഗിൾ ഗേറ്റും വരുന്നുണ്ട്. ഇവിടെ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇടയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് പേൾ ഗ്രാസ് കൊണ്ടാണ്. ഫ്രൂട്ട്സിൻ്റെ തൈകളും ഇടയിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് നോക്കൂ, നല്ല ഭംഗിയിൽ പേൾ ഗ്രാസ് കൊടുത്തിട്ട് അതിനകത്ത് 2 ഈന്തപ്പന തൈകൾ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ കോമ്പൗണ്ട് വാളിനകത്ത് ഇങ്ങനൊരു ജാളി വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് പോർച്ച് വന്നിട്ടുള്ളത്, ബാക്കിൽ കേട്ടോ. പോർച്ചിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് HPL ഷീറ്റിലാണ്. ലെഗ് കൊടുത്തിട്ടുള്ളത് GIയിലാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പോർച്ചാണ്. ഈ ഒരു സൈഡ് പോർഷനിലേക്കായിട്ടും റോഡ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗവും ഇവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻറ്റ്, ഗ്ലാസ് വർക്ക്, ഷോവാള് എന്നിവ ഈ ഒരു ഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട്. 23 സെൻറ്റ് സ്ഥലത്ത് 3500 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ എലിവേഷൻ ഒന്ന് നോക്കാം. എലിവേഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാൽക്കണിയാണ്. അതുപോലെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് റെയിൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. GIയിൽ ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഈ ഒരു ഭാഗത്ത് വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലാറ്റ് റൂഫും സ്ലോപ്പ് റൂഫുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിൻഡോസിന് മാത്രമായിട്ടാണ് സൺഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻറ്റർ പോർഷനിലായിട്ടൊരു കോട്ടിയാട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി സിറ്റ് ഔട്ട് നോക്കാം. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിലായിട്ട് LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം സിറ്റ് ഔട്ടിൻ്റെ അതേ ലെങ്ത്തിലും ഒരെണ്ണം ചെറുതുമായിട്ടാണ്. ഇതിൽ ലപ്പോത്ര ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സിറ്റിങ്ങിനായിട്ട് ഇവിടെ 5 വുഡൻ ചെയറുകളാണ് നൽകിയിട്ടുള്ളത്. മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ട് ടീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈനാണ്. നല്ല ഭംഗിയിൽ തന്നെ 2 ചെറിയ ഹാൻഡ് റെയിലുകളും ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിനെ തന്നെ ലിവിംഗ് ആയിട്ടും ഡൈനിങ് ആയിട്ടും അതുപോലെ പാസേജ് ഏരിയ ഒക്കെ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നേരെ കടക്കുമ്പോൾ പാസേജ് ഏരിയ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പാസേജിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ലിവിംഗ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയോടുകൂടി ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ലിവിംഗ് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. താഴെ ഫ്ലോറിൽ മാറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വുഡൻ ടീ ടേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മാച്ചായിട്ടുള്ള സോഫയും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സിമെൻറ്റ് ടെക്സ്ചർ ആണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു അറബിക് കാലിഗ്രഫി കൂടി വരുന്നുണ്ട്. അതുപോലെ മുകളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഫയ്ക്ക് അഭിമുഖമായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് വന്നിരിക്കുകയാണ്. അതിൽ തന്നെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു TV യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഡൈനിങ്ങിലേക്കും ലിവിങ്ങിലേക്കും ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പാസേജിലായിട്ടും നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിലായിട്ടൊരു ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കടക്കുമ്പോൾ ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബാക്കി എല്ലാ ഭാഗത്തേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ട് ഒരു ബെഡ്റൂം, കോമൺ ബാത്റൂം, കിച്ചൺ എന്നിവ വരുന്നുണ്ട്.
ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് 2 ബെഡ്റൂം, സ്റ്റെയർ, സ്റ്റഡി ഏരിയ എന്നിവ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം കാണാം. സ്റ്റെയറിന് താഴെയായിട്ട് ഇവിടെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഒരു ബെഡ്റൂമും വരുന്നത്. ഈ കാണുന്നതാണ് ബെഡ്റൂമിൻ്റെ ഡോറ്. സ്റ്റെയറിൻ്റെ താഴെ നല്ല രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഏരിയ ആണ്. എൽ ഷേപ്പിലാണ് ഈ ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ധാരാളം ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. നല്ല ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ മൊത്തം വിരിച്ചിട്ടുള്ളത് മോർവാഡ് മാർബിളാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് മാഗ്നോ ഇൻറ്റീരിയേഴ്സ് ആണ്. ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡിൽ കൊടുത്തിട്ടുള്ളത് കുഷ്യനാണ്. 2 സൈഡിലായിട്ട് ഷെൽഫുകൾ വരുന്നുണ്ട്. വാളിലായിട്ട് വന്നിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ്റും അൾട്ടിവുഡ് വർക്കുമാണ്. സീലിംഗ് ജിപ്സനാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഹെഡ് വാളിലായിട്ടൊരു റിബൺ വിൻഡോ കൂടി വന്നിട്ടുണ്ട്. അതും ഈ ഒരു ഭാഗത്തിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് വലിയ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് മൾട്ടിവുഡ് വിത്ത് അക്വറിലിക് ലാമിനേഷൻ ആണ്. പിന്നെ വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡൈനിങ്ങിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് നമ്മൾ ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും പാർട്ടീഷൻ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ്. നല്ലൊരു അട്രാക്ഷൻ തരുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എയ്റ്റ് സീറ്റോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് വലിയ വിൻഡോ വരുന്നുണ്ട്. ടേബിളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാളിലായിട്ടും ഈ ഒരു മൾട്ടിവുഡ് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിൽ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലും അക്വറിലിക് ഷീറ്റിലും ചെയ്തിട്ടുള്ളതാണ്. ഒരു ഗ്ലാസ് അക്വറിലിക് ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ദാ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതും മൾട്ടിവുഡ് വിത്ത് വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. സിമ്പിൾ ബേസിനുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഡൈനിങ് ഏരിയയിൽ തന്നെ സ്റ്റെയറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ആദ്യം ഒരു ഫോയർ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോയറിൽ നിന്നാണ് ബാത്റൂമിലേക്കുള്ള ഡോർ വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബാത്റൂമാണ്. 2x4 ഗ്ലോസി ടൈപ്പ് ടൈലാണ് വാളിൽ ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബെഡ്റൂം ഡിസൈൻ കാണാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാനും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് സൈസ് പറയാത്തത്. ഇവരുടെ പ്ലാനിൽ നിന്ന് ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഒരു മേക്കപ്പ് യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു യൂണിറ്റാണ് കാണുന്നത്. പിന്നെ ഇതാ കോട്ടിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെഡ് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെയും 2 സൈഡിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് വാർഡ്രോബ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മേക്കപ്പ് യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഇവിടെ വരുന്ന നെക്സ്റ്റ് ബെഡ്റൂം കാണാം. കിച്ചൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഒരു കോർണറിലേക്കായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് കേട്ടോ കോമൺ ബാത്റൂമും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും ഇവിടെ ഫോയർ വന്നിട്ടുണ്ട്. ഫോയറിൽ നിന്നാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന് FRP ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഇതും അത്യാവശ്യ വലുപ്പത്തിൽ തന്നെ വരുന്ന ബാത്റൂമാണ്. ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബെഡ്റൂം ഡിസൈൻ നോക്കാം. എല്ലാതും വ്യത്യസ്ത തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഭാഗം ഫുള്ള് ഒരേ ലെവലിലാണ് വന്നിട്ടുള്ളത്. കളർ ചേഞ്ചിങ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കടന്ന് വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മിറർ ചെയ്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ്. ഈ ഒരു ഭാഗത്ത് മേക്കപ്പ് യൂണിറ്റ് കൊടുത്തിട്ട് ബാക്കി വാർഡ്രോബായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എല്ലാ ബെഡ്റൂമിലും ഒരു ഭാഗത്ത് വലിയ വിൻഡോയും കോട്ടിൻ്റെ ഹെഡ് വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിംഗിൾ വിൻഡോസിൽ റോമൻ ബ്ലിൻസ് കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേത് ക്ലോത്ത് കർട്ടനുമാണ്. ഇനി കോമൺ ബാത്റൂം നോക്കാം. ഇത് അത്യാവശ്യം ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് സാധാ ക്ലോസറ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണ് കാണാം. നല്ല ഭംഗിയിലാണ് ഈ ഒരു കിച്ചൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത്. വുഡിലും ഗ്ലാസ്സിലുമാണ്. ഇത് താഴെ മുതൽ മുകളിൽ വരെ ഗ്ലാസ് ഉള്ളത് കാരണം ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ ഇതിൻ്റെ ഹാൻഡിലും ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഷോ കിച്ചണാണ്. നല്ല ഭംഗിയുള്ളൊരു മോഡുലാർ കിച്ചണാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കടന്ന് വരുന്ന ഭാഗത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി ഭാഗത്ത് കബോർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി കിച്ചണാണ് കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആകും. അതുകൊണ്ട് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു കിച്ചൺ കൂടാതെ ഇവിടെ ഒരു അടിപൊളി വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട്. അപ്പോൾ 2 കിച്ചൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഇവിടെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലും GIയിലുമാണ്. ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് മഹാഗണി വുഡിലും ഗ്ലാസ്സിലുമാണ്. ടഫൻ്റെ ഗ്ലാസ് ആണ്. നമ്മൾ കയറി വരുമ്പം ലാൻഡിങ് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് GI വർക്ക് കൊടുത്തിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുകളിലെത്തിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണ്. കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. ഇത് ബാൽക്കണിയാണ്. നല്ല ഭംഗിയിലാണ് ഈ ഒരു ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് റെയില് ടഫൻഡ് ഗ്ലാസ്സിലും മഹാഗണി വുഡിലുമാണ്. മുകളിൽ GI വർക്ക് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഗ്ലാസ് വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഇത്. പിന്നെ ഇതാ ഇവിടെ ഒരു ലിവിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഫാമിലി ലിവിങ് ആണ്. ഈ ഒരു വാളിലായിട്ട് TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു കാലിഗ്രഫി കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. താഴെ കണ്ടിട്ടുള്ള ആ ഒരു ബെഡ്റൂമിൻ്റെ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ബാത്റൂമാണ്. ഇനി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ നോക്കാം. ഈ ഒരു വാർഡ്രോബിൻ്റെ ഡിസൈൻ നോക്കിക്കോളൂ കേട്ടോ. പുതുതായി വീട് വെക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും.
ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് വാളിൽ കോട്ടിൻ്റെ അതേ ലെങ്തിൽ തന്നെയാണ് കുഷ്യൻ ചെയ്തിട്ടുള്ളത്. 2 സൈഡിലേക്കായിട്ട് ഷെൽഫുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഹെഡ് ബോൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഇനി ഇതാ നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെയാണ് നമ്മൾ ലിവിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയ വരുന്നത് കേട്ടോ. ഇതിന് മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ്. ഇവിടെ മുകൾ ഭാഗത്തായിട്ടും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. വിൻഡോസിൽ ചെയ്തിട്ടുള്ളത് റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള കർട്ടൻ ആണ്. അതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആണ്. മുകളിൽ വന്നിട്ട് എങ്ങനെയാ കർട്ടൻ നീക്കുക എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനി ഈ ഒരു ഏരിയയോട് ചേർന്നാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇതിനകത്ത് ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ റൂമിലേക്ക് കടന്നു വരുന്ന ഈ ഒരു ഭാഗത്ത് ഒരു മേക്കപ്പ് യൂണിറ്റ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കോട്ടിൻ്റെ ഹെഡ് വാൾ ഡിസൈൻ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ്, മറ്റെല്ലാതും മൾട്ടിവുഡിലുമാണ്. പിന്നെ ഇതാ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെയാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിനകത്ത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് 2 ചെറിയ ലോക്ക്ഡ് ഷെൽഫുകൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓപ്പൺ ആയിട്ടാണ്. ഇതിനകത്തൊരു ട്രേ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രസ്സുകൾ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ താഴെ 3 ഷെൽഫുകളാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.